ഒരു പ്രത്യേക തരത്തിലുള്ള സ്പിരിറ്റ് അരൂപി നമ്മുടെ കാലഘട്ടത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. വളരെ പവിത്രമായി നമ്മൾ കരുതിയിരുന്ന ദൈവരാജ്യത്തിന്റെ ദിവ്യമായ വ്യവസ്ഥിതിയാണ് വിധേയത്വം. ദൈവരാജ്യത്തിന്റെ ദിവ്യമായ വ്യവസ്ഥിതിയായി വിധേയത്വം ഈ അരൂപി പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ അടിമത്തമായി തോന്നാൻ തുടങ്ങും. ഇതിനകത്ത് കൈക്കാരന്മാരിപ്പുണ്ട്, KCYM പ്രസിഡന്റുമാരുണ്ടാവും, സംഘടനാ പ്രസിഡന്റുമാരുണ്ട്, മദർമാരുണ്ട്, വികാരിമാരുണ്ട്. എല്ലാവരും കേൾക്കാൻ വേണ്ടിയാണ് ഇത് പറയണത്. അത് കേട്ടാൽ കുറച്ച് വിഷമമുണ്ട്. പക്ഷെ ഒന്നും ചെയ്യാതെ ആ കൈക്കാര സ്ഥാനം തീർത്തിട്ട് പോയിക്കോളും. ഒന്നും ചെയ്യാതെ ആ വികാരി സ്ഥാനം തീർത്തിട്ട് പോയിക്കോളും. വിശ്വാസം വളർത്താനും സഭയെ പടുത്തുയർത്താനും കർത്താവിന്റെ ജനത്തെ ബിൽഡപ്പ് ചെയ്യാനും ഒരു ചെറുവിരലാനക്കാത്ത ജനത്തിന്റെ കാലം വരും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വളരെ സന്തോഷത്തിൻ്റെ ഒരു സുദിനത്തിലേക്ക് ദൈവം നമ്മളെ കൊണ്ടുവന്നിരിക്കുകയാണ്. കർത്താവ് ഈ ഒരു സുദിനത്തിൽ നമ്മളെ കൊണ്ടുവന്നപ്പോൾ കർത്താവിൻ്റെ വലിയ ആഗ്രഹമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മണ്ഡലങ്ങളിലും നമ്മൾ പ്രഭയുള്ളവരായി മാറണം. അതിനുവേണ്ടി കർത്താവ് നമുക്ക് നൽകുന്നതാണ് പരിശുദ്ധാത്മാവിൻ്റെ വാഗ്ദാനം, പരിശുദ്ധാത്മാവിൻ്റെ അനുഗ്രഹം. പരിശുദ്ധാത്മാവ് നമ്മളെ ശക്തരാക്കും, പരിശുദ്ധാത്മാവ് നമ്മളെ അറിവുള്ളവരാക്കും, പരിശുദ്ധാത്മാവ് നമ്മളെ നിത്യജീവൻ്റെ ഉടമയാക്കും, പരിശുദ്ധാത്മാവ് നമ്മളെ പിതാവിൻ്റെ മകനും മകളുമാക്കി മാറ്റും, പരിശുദ്ധാത്മാവ് നമ്മളെ യേശുവിനെ ആരാധിക്കുന്നവരാക്കി മാറ്റും. പരിശുദ്ധാത്മാവാണ് നമ്മളെ ദൈവത്തിൻ്റെ എല്ലാ ദാനങ്ങളും മനസ്സിലാക്കാൻ നമ്മളെ സഹായിക്കുന്നത്. പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം ഇല്ലെങ്കിൽ നമുക്ക് തോന്നും ഒന്നുമില്ലെന്ന് എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കും. എന്നാൽ പരിശുദ്ധാത്മാവ് വന്നാൽ ദൈവം നമുക്കായി വർഷിച്ചിട്ടുള്ള അനന്തകോടി ദാനങ്ങൾ അറിയാൻ സാധിക്കും. വിശ്വാസത്തിൻ്റെ കൃപ അത് ദൈവം നമുക്ക് തന്നതാണ്. പ്രാർത്ഥിക്കാനുള്ള കൃപ, എല്ലാ ദാനങ്ങളെക്കുറിച്ച് പരിശുദ്ധാത്മാവ് നമ്മളെ ബോധവാന്മാരാക്കും. 1 കൊരിന്തോസ് 2:14 വായിക്കുന്നത് എങ്ങനെയാണ്? ലൗകിക മനുഷ്യന്, പരിശുദ്ധാത്മാവില്ലാത്ത മനുഷ്യന്, ലൗകിക മനുഷ്യന് ദൈവാത്മാവിൻ്റെ ദാനങ്ങൾ ഭോഷത്വമാകയാൽ അവൻ അത് സ്വീകരിക്കുന്നില്ല. ഈ ദാനങ്ങൾ പരിശുദ്ധാത്മാവിനാൽ വിവേചിക്കപ്പെടേണ്ടവയാകയാൽ അവ ഗ്രഹിക്കാനും അവന് സാധ്യമല്ല. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ പരിശുദ്ധാത്മാവില്ലാത്ത മക്കൾ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം. അവർക്ക് കുമ്പസാരത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കില്ല, കുർബാനയെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കില്ല, ധ്യാനത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കില്ല, പ്രാർത്ഥനയെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കില്ല, ധ്യാന കേന്ദ്രത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കില്ല, ക്ഷമയെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കില്ല, സ്നേഹത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കില്ല. അവർക്ക് ദൈവികമായ ഒരു കാര്യവും മനസ്സിലാക്കാൻ സാധിക്കില്ല. ലൗകിക മനുഷ്യന് ദൈവാത്മാവിൻ്റെ ദാനങ്ങൾ ഭോഷത്വമാകയാൽ അവനത് സ്വീകരിക്കുന്നില്ല. ഈ ദാനങ്ങൾ ആത്മീയമായി വിവേചിക്കപ്പെടേണ്ടവയാകയാൽ അവ ഗ്രഹിക്കാനും അവന് സാധ്യമല്ല. ഇങ്ങനെയുള്ള വചന ശുശ്രൂഷകളിൽ പങ്കുചേരുമ്പോൾ ആത്മാവിന് ദൈവം കൊടുക്കുന്ന കൃപകൾ ഗ്രഹിക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മുടെ കുട്ടികളും നമ്മുടെ യുവജനങ്ങളും ഇങ്ങനെയുള്ള ശുശ്രൂഷകൾക്ക് പോകുകയില്ല. സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ഇരിക്കില്ല, ദേവാലയത്തിൽ പോയി മുട്ടുമ്പോൾ നിന്ന് പ്രാർത്ഥിക്കില്ല, എന്നാൽ ഒരുക്കത്തോടെ കൂദാശകൾ സ്വീകരിക്കില്ല. കാരണം എന്താ? നമ്മൾ അവരിൽ പരിശുദ്ധാത്മാവ് വളരാൻ വേണ്ടി പ്രാർത്ഥിച്ചില്ല. പ്രൈസ് ദി ലോർഡ്. നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചില്ല, നമ്മൾ അവർക്ക് പരിശുദ്ധാത്മാവിനെ കൊടുത്തില്ല. നമ്മൾ ആദ്യ കുർബാന കൊടുത്തു, നമ്മൾ ചടങ്ങുകളെല്ലാം പൂർത്തിയാക്കി. ആദ്യ കുർബാന കഴിഞ്ഞപ്പോൾ തന്നെ വീട്ടിൽ മദ്യമൊക്കെ വിളമ്പി എല്ലാം കെടുത്തിക്കളഞ്ഞു. എല്ലാം കെടുത്തി, എല്ലാം നല്ല അടിച്ച് വാരിയല്ല, എന്താ അടുപ്പ് കല്ല് ഒന്നും പറയണ്ട, ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഇന്ന് ഈ ധ്യാനം കഴിഞ്ഞ് നിങ്ങൾ തിരിച്ചു പോകുമ്പോൾ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടി സന്തോഷിച്ച് പോകണ്ട. അതിനേക്കാൾ വലുതാണ് നിങ്ങളുടെ മക്കൾക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടാൻ വേണ്ടി നിങ്ങൾ നിരന്തരം മുട്ടുമേൽ നിന്ന് കൈകൾ വിരിച്ചു പിടിച്ച് പ്രാർത്ഥിക്കണം. എല്ലാ വികാരിച്ചന്മാരും ഇടവചനങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണം. എല്ലാ കുടുംബനാഥന്മാരും കുടുംബത്തിൽ പരിശുദ്ധാത്മാവിനെ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി എന്താണ് പ്രാർത്ഥിക്കേണ്ടത്? പരിശുദ്ധാത്മാവിനെ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കും. ഇതുണ്ടെങ്കിൽ ബാക്കി എല്ലാം ആയി. എന്നുറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, 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 പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാം ദൈവത്തോട് മുട്ടിപ്പായി അപേക്ഷിക്കണം. മക്കൾക്ക് പരിശുദ്ധാത്മാവിനെ കൊടുക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ദൈവം അത് കൊടുക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇനി നമ്മൾ ഉച്ച കഴിഞ്ഞ് ചിന്തിക്കാൻ പോകുന്ന മറ്റൊരു മേഖലയെക്കുറിച്ചാണ്. അതായത് നമ്മുടെ ജീവിതത്തിൽ ദൈവം നല്ലവനാണ് എന്ന് എപ്പോഴും പറയണം. ദൈവം എന്താണ്?
ദൈവം മോശക്കാരനല്ല, ദൈവം നല്ലവനാണ്, ദൈവം ഉപകാരിയാണ്, ദൈവം സ്നേഹിക്കുന്നു എന്ന് നമ്മളെപ്പോഴും പറയണം, വാഗൊണ്ട് പറയണം. ഇവിടുത്തെ ആളുടെ പ്രത്യേകത മനസ്സിലുണ്ട്. ഇവിടുത്തെ ആളുകളല്ല ഞാൻ പറയണത്, നമ്മുടെ കൂട്ടത്തിലുള്ള ആളുകളുടെ പ്രത്യേകത. പ്രൈസ് ദി ലോർഡ്. ക്രിസ്ത്യാനികളായ അനേകം ബുദ്ധിമാന്മാർ അവരുടെ ഹൃദയത്തിൽ അവർ വിചാരിക്കുന്നുണ്ട് ദൈവമുണ്ട്, ദൈവം നല്ലതാണ് എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. പക്ഷേ വാഗൊണ്ട് പറയുകയല്ല. വാഗൊണ്ട് പറഞ്ഞാൽ ആർക്കും കേൾക്കാത്ത പോലെ വളരെ താഴ്ന്ന സ്വരത്തിൽ പറയും, ഒരാൾ കേൾക്കില്ല. എന്നാൽ വാഗൊണ്ട് നല്ല ഉയർത്തി 10 ആൾ കേൾക്കുന്ന പോലെ ഉയർത്തി ദൈവം നല്ലവനാണ്, അവൻ ജീവിക്കുന്നു, അവൻ ഇവിടെയുണ്ട്, അവൻ ഇന്ന് വരെ എനിക്ക് ദൈവം നന്മ പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് ഉച്ചത്തിൽ പറഞ്ഞാൽ നമുക്ക് എൻ്റെ ഗുണമുണ്ടാവും, നമുക്ക് എൻ്റെ അനുഗ്രഹം ഉണ്ടാവും. സങ്കീർത്തന പുസ്തകം 35-ാം അധ്യായം 27-ാം തിരുലിഖിതം, സങ്കീർത്തനം 35-27. നിങ്ങൾ ഇനി തൊട്ട് നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹം ഉണ്ടാകാൻ വേണ്ടി ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ദൈവവചന പ്രകാരമുള്ള ചില കാര്യങ്ങൾ നമ്മൾ അനുവർത്തിക്കണം. എന്താ സങ്കീർത്തനം 35-27 പറയണത്? അതിന് ലാസ്റ്റ് ഭാഗം നോക്കിയേ. തൻ്റെ ദാസൻ്റെ ശ്രേയസ്സിൽ സന്തോഷിക്കുന്ന കർത്താവ് വലിയവനാണ് എന്ന് അവർ എന്നും പറയട്ടെ, എന്നും പറയട്ടെ, എപ്പോഴും പറയണം. നിങ്ങൾ പരസ്പരം കണ്ടുമുട്ടുമ്പോഴൊക്കെ നന്മ പറയണം. നന്മ വായിച്ചു നോക്കിയേ, എന്ന് വചനഭാഗം ഒന്നുകൂടെ വായിച്ചു നോക്കിയേ, എന്ന് വചനം ഒന്നുകൂടെ കാണിച്ചേ. സങ്കീർത്തനം 35-27, സങ്കീർത്തനം 35-27. എൻ്റെ നീതി സ്ഥാപിച്ചു കിട്ടാൻ ആഗ്രഹിക്കുന്നവർ ആനന്ദിച്ച് ആർപ്പ് വിളിക്കട്ടെ. അതിന് ശേഷമുള്ളത് വായിച്ചേ. തൻ്റെ ദാസൻ്റെ, അതൊന്ന് അണ്ടർലൈൻ ചെയ്തേ. തൻ്റെ ദാസൻ്റെ ശ്രേയസ്സിൽ സന്തോഷിക്കുന്ന കർത്താവ്, അത് കർത്താവിൻ്റെ പ്രത്യേകതയാണ്. തൻ്റെ ദാസൻ്റെ ശ്രേയസ്സിൽ സന്തോഷിക്കുന്ന കർത്താവ് വലിയവനാണ് എന്ന് അവർ നിരന്തരം പറയട്ടെ, എന്നും പറയട്ടെ, നിരന്തരം പറയണം, എന്നും പറയണം, എന്നും പറയണം. ഒന്നും കൂടെ ഒരുമിച്ച് വായിച്ചേ. തൻ്റെ ദാസൻ്റെ ശ്രേയസ്സിൽ സന്തോഷിക്കുന്ന കർത്താവ് വലിയവനാണ് എന്ന് അവർ എന്നും പറയട്ടെ. ഇത് ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ കർത്താവ് ആഗ്രഹിക്കുന്ന കാര്യമാണ്. ഒരു വിശ്വാസി തൻ്റെ ജീവിതത്തിൽ എപ്പോഴും കർത്താവിൻ്റെ സന്നിധിയിൽ ഈ ഒരു കാര്യത്തെ ഏറ്റു പറഞ്ഞുകൊണ്ടിരിക്കണം. കർത്താവ് വലിയവനാണ്, കർത്താവ് നല്ലവനാണ്, കർത്താവ് അനുഗ്രഹം ചൊരിയുന്നവനാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവിനെ ഏറ്റു പറയുക എന്ന് പറയും. കർത്താവ് നല്ലവനാണ്, കർത്താവ് കാരുണ്യവാനാണ്, കർത്താവ് സ്നേഹനിധിയാണ്, കർത്താവ് അനുഗ്രഹദായകനാണ്, കർത്താവ് പാപങ്ങൾ ക്ഷമിക്കുന്നവനാണ്. ഇതിങ്ങനെ നിങ്ങൾ ഉറക്കെ പറയണം, ഉറക്കെ പറയണം. പ്രൈസ് ദി ലോർഡ്. ഇപ്പം തന്നെ ഒരു 5 ഗുണം പറഞ്ഞ കർത്താവിൻ്റെ ഒരു 5 നന്മകൾ ഉറക്കെ പറ. ഇപ്പം ബുക്ക് നോക്കാൻ പോകണ്ട, ഉറക്കെ പറ. 2 കേട്ടുള്ളൂ. കർത്താവ് നല്ലവനാണ്, കർത്താവ് ക്ഷമിക്കുന്നവനാണ്, കർത്താവ് സർവശക്തനാണ്, കർത്താവ് എൻ്റെ ജീവനാണ്. പ്രൈസ് ദി ലോർഡ്. ഇങ്ങനെ കർത്താവിന് നന്മകൾ നിങ്ങൾ പറഞ്ഞാൽ, കർത്താവിന് നന്മകൾ പറഞ്ഞാൽ പ്രിയപ്പെട്ട ദൈവമക്കളെ, അവിടെ ദൈവത്തിൻ്റെ പ്രവർത്തനം ശക്തി പ്രാപിക്കും. ദൈവത്തിൻ്റെ പ്രവർത്തനം അവിടെ ശക്തി പ്രാപിക്കും. നിങ്ങൾ വീട്ടിൽ ചെന്ന് നിങ്ങളുടെ വീട്ടിൽ ദൈവത്തിൻ്റെ പ്രവർത്തനം ശക്തി പ്രാപിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ നന്മ നിങ്ങൾ പ്രകീർത്തിക്കണം. ഒരു ലുത്തിനിയ പോലെ ഇതുപോലെ ദൈവത്തിൻ്റെ നന്മ പറയണം. നിങ്ങൾ മാതാവിൻ്റെ ലുത്തിനിയ ചെല്ലുന്നുണ്ട്, വിയാനി പുണ്യാളിൻ്റെ ലുത്തിനിയ ചെല്ലുന്നുണ്ട്. എന്തുകൊണ്ട് കർത്താവിനെ കുറിച്ച് 10 നന്മ പറയാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല? എന്തുകൊണ്ട് സർവശക്തനായ ദൈവത്തെക്കുറിച്ച് 10 നന്മ പറയാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല? മാതാവിനെക്കുറിച്ചുള്ള കുറയ്ക്കരുത്, അത് ഇച്ചിരി കൂട്ടുകല്ലാതെ കുറയ്ക്കരുത്. മാതാവിനുള്ള പ്രാർത്ഥനയും ഭക്തിയും കൂട്ടണം എന്ന് വിചാരിച്ചാൽ അത് ദൈവത്തിൻ്റെ അതല്ല. ദൈവത്തിനുള്ളത് ദൈവത്തിന് കൊടുക്കണം. പ്രൈസ് ദി ലോർഡ്. വിശുദ്ധന്മാരോട് വണക്കവും ഭക്തിയെല്ലാം വേണം, നല്ലത് തന്നെ, അതൊക്കെ പ്രോത്സാഹിപ്പിക്കേണ്ടതാണ്. ഞാൻ അങ്ങനെ ചെയ്യുന്നുണ്ട്. പ്രൈസ്. അതിലും വലുതാണ് ദൈവത്തിൻ്റെ നന്മകൾ പ്രകീർത്തിക്കണം. നിങ്ങൾ പോയി ദൈവത്തിൻ്റെ നന്മയുടെ ലുത്തിനെ ഉണ്ടാക്കിക്കൊണ്ട് പാട്. പ്രൈസ്. ഒരു ഹോംവർക്ക്, അങ്ങനെയെങ്കിലും ഒരു ഹോംവർക്ക്.
ഒരു 10 നന്മ ഉണ്ടാക്കിയില്ല, ഒത്തിരി ഞാൻ പാട്. നിങ്ങൾ വേറെ പുസ്തകത്തിൽ നോക്കി തപ്പാൻ പോണ്ട. നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായ കുറേ നന്മകൾ ഏറ്റേറ്റ് പറയണം. എനിക്ക് വീട് തന്ന ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ, എൻ്റെ മക്കളെ തന്ന ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ, എൻ്റെ പങ്കാളിയെ തന്ന ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. ഇങ്ങനെ അങ്ങ് പറഞ്ഞങ്ങോട്ട് പ്രാർത്ഥിക്കണം, നന്മ പറയണം, നന്ദി പറയണം. അപ്പോൾ എന്തു ചെയ്യും? അപ്പോൾ ദൈവം വീണ്ടും വീണ്ടും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കും. ഉച്ചത്തിൽ പറഞ്ഞ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിങ്ങൾ ഓക്കെ ആണോ? ഇല്ല, ഓക്കെ അല്ല. ഓക്കെ ആണോ? പ്രൈസ് ദി ലോർഡ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ, അച്ഛനത് പറയാൻ കാരണം ഒരു പ്രത്യേക തരത്തിലുള്ള സ്പിരിറ്റ്, അരൂപി നമ്മുടെ കാലഘട്ടത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. ആ അരൂപിയുടെ പേരാണ് സ്പിരിറ്റ് ഓഫ് അപ്പോസ്റ്റസി. അപ്പോസ്റ്റസി എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോസ്റ്റസി എന്ന് പറഞ്ഞാൽ വിശ്വാസം ഉപേക്ഷിക്കാൻ നിർബന്ധിക്കുന്ന ആത്മാവ്. വിശ്വാസം ഉപേക്ഷിക്കാൻ നിർബന്ധിക്കുന്ന ആത്മാവ്. എന്താ വിശ്വാസം അതിൻ്റെ പേരാണ് വിശ്വാസത്യാഗത്തിൻ്റെ ആത്മാവ്. വിശ്വാസത്യാഗത്തിൻ്റെ ആത്മാവ്, വിശ്വാസം ഉപേക്ഷിക്കാൻ നിർബന്ധിക്കുന്ന ആത്മാവ്. വിശ്വാസം ഉപേക്ഷിക്കാൻ നിർബന്ധിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? പ്രാർത്ഥിക്കുന്ന ആളുകൾ കുറച്ച് കഴിയുമ്പോൾ സ്പിരിറ്റ് ഓഫ് അപ്പോസ്റ്റസിയുടെ ആക്രമണം വരുമ്പോൾ പ്രാർത്ഥിക്കാതെയാകും. ധ്യാനകേന്ദ്രത്തിൽ പോകുന്ന വ്യക്തി സ്പിരിറ്റ് ഓഫ് അപ്പോസ്റ്റസിയുടെ ആക്രമണം ഉണ്ടായാൽ ധ്യാനകേന്ദ്രത്തിൽ പോകാൻ പറ്റാതെയാകും, വീട്ടിൽ തന്നെ ഇരിക്കും. പള്ളിയിൽ പോയിക്കൊണ്ടിരിക്കുന്നവർ പള്ളി പോകാതെയാകും, കുർബാന സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നവർ കുർബാന സ്വീകരിക്കാതെയാകും, സന്ധ്യാപ്രാർത്ഥന ചെയ്യുന്നവർ സന്ധ്യാപ്രാർത്ഥന ചെയ്യാതെയാകും. അച്ഛനാകാൻ തോന്നുന്നവർക്ക് അച്ഛനാകാൻ പോകണ്ടെന്ന് തോന്നും. സിസ്റ്ററാകാൻ പോകുന്നവർക്ക് സിസ്റ്ററാകാൻ പോകണ്ടെന്ന് തോന്നും. നിലവിലുള്ള അച്ഛന്മാർക്ക് അച്ഛൻപണ്ട് ഉപേക്ഷിച്ച് പോയി വല്ലോ കപ്പലണ്ടി കച്ചവടം ചെയ്യാൻ തോന്നും. അങ്ങനെ ആരോ പറഞ്ഞു കേട്ടാൽ ഞാൻ ഓർക്കുന്നുണ്ട്. ഞങ്ങൾ കപ്പലണ്ടി വിറ്റാലും മാർപ്പേനനുസരിക്കും എന്നൊക്കെ പറഞ്ഞ ഹല്ലേലൂയ. അങ്ങനെ എതിർ ചിന്ത വരും, റിബല്യസായ ചിന്ത വരും, എതിർ ചിന്ത. ഇതെവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്? തെസ്സലോനിക്കക്കാർ എഴുതിയ 1-ാം ലേഖനത്തിൽ 2-ാം അധ്യായം. തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ 2-ാം ലേഖനത്തിൽ 2-ാം അധ്യായം 3-4 തിരുലിഖിതങ്ങൾ. 2 തെസ്സലോനി 2-ാം അധ്യായം 3-4 തിരുലിഖിതങ്ങൾ. അവിടെ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? 2 തെസ്സലോനി 2-ാം അധ്യായം 3-4 വാക്യങ്ങൾ. ആരും നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ, ഒരു വിധത്തിലും വഞ്ചിക്കാതിരിക്കട്ടെ. എന്തെന്നാൽ ആ ദിവസത്തിന് മുമ്പ് വിശ്വാസത്യാഗമുണ്ടാവുകയും നാശത്തിൻ്റെ സന്താനമായ അരാജകത്വത്തിൻ്റെ മനുഷ്യൻ പ്രത്യക്ഷപ്പെടുകയും ചെയ്യേണ്ടിയിരിക്കുന്നു. ദൈവമെന്ന് വിളിക്കപ്പെടുന്നതോ ആരാധന വിഷയമായിരിക്കുന്നതോ ആയ എല്ലാറ്റിനെയും അവൻ എതിർക്കുകയും അവയ്ക്കുപരി തന്നെ പ്രതിഷ്ഠിക്കുകയും ചെയ്യും. ആ ദിവസം ഉണ്ടാകുന്നതിന് മുമ്പ് എന്ന് പറഞ്ഞാൽ എന്താ? യേശുവിൻ്റെ 2-ാം വരവിന് മുമ്പ്. ആ ദിവസം ഉണ്ടാകുന്നതിന് മുമ്പ് നിങ്ങൾ വായിച്ചു നോക്കിയേ. ആ ദിവസം ഉണ്ടാകുന്നതിന് മുമ്പ് വിശ്വാസത്യാഗമുണ്ടാവുകയും ദൈവമെന്ന് വിളിക്കപ്പെടുന്നതോ ആരാധന വിഷയമായിരിക്കുന്നതായ എല്ലാറ്റിനെയും എതിർക്കുകയും ചെയ്യുന്ന അരൂപി പ്രവർത്തിക്കും. എല്ലാറ്റിനെയും എതിർക്കുകയും ചെയ്യുന്ന അരൂപി പ്രവർത്തിക്കും. ഒരു എതിർപ്പിൻ്റെ അരൂപി പ്രവർത്തിച്ച് തുടങ്ങിയിട്ടുണ്ടോ? എല്ലാ കോൺവെൻറ്റിലും ഈ അരൂപി പ്രവർത്തിക്കാൻ തുടങ്ങും. എല്ലാ ഇടവകയിലും ഈ അരൂപി പ്രവർത്തിക്കാൻ തുടങ്ങും. എല്ലാ രൂപതയിലും ഈ അരൂപി പ്രവർത്തിക്കാൻ തുടങ്ങും. എല്ലാ വീട്ടിലും ഈ അരൂപി പ്രവർത്തിക്കാൻ തുടങ്ങും. അങ്ങനെ പവിത്രമായ സ്ഥാനങ്ങളിൽ ഈ അരൂപി കയറിക്കൂടും. കുടുംബം, ഇടവക, രൂപത, സെമിനാരി, കോൺവെൻറ്റ്, പിന്നെന്തൊക്കെയാ, അൾത്താര, എല്ലാ സ്ഥലത്തും ഈ അരൂപി, എതിർക്കുന്ന അരൂപി കയറിക്കൂടും. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. എന്തിനാണ് എതിർക്കുന്നത്? ദൈവമെന്ന് വിളിക്കപ്പെടുന്നതോ ആരാധന വിഷയമായ എല്ലാ കാര്യത്തിലും അത് എതിർക്കും. ഇപ്പം നിങ്ങൾ ദശാംശം കൊടുക്കാൻ തുടങ്ങിയ ഉടനെ നിങ്ങളെ തന്നെ ഉള്ളിലൊരു എതിർപ്പ് വരും. ഇത്രയും കൊടുക്കണ്ട. പണ്ട് ഒരു കാലത്ത് ഒരു കുഴപ്പമില്ലാതെ സന്തോഷമായിട്ട് ദശാംശം കൊടുത്തോണ്ടിരുന്നവരാണ്. പണ്ടൊരു കാലത്ത് ഒരു ബുദ്ധിമുട്ടില്ല, നന്നായിട്ട് അനുസരിച്ചുകൊണ്ടിരുന്നവരെ ഇപ്പം തോന്നും അനുസരിക്കണ്ടെന്ന് തോന്നും.
ഇത് അനുസരിക്കണ്ടെന്ന് അങ്ങനെ തോന്നും. അപ്പനോണ്ട് അമ്മേനോടൊക്കെ അങ്ങനെ തട്ടി കയറാൻ തുടങ്ങും. പണ്ടൊരു കാലത്ത് ഒരു ബുദ്ധിമുട്ടില്ല, വെളുപ്പിനെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. ഇപ്പം തോന്നുന്നു അങ്ങനെ എഴുന്നേൽക്കേണ്ട ആവശ്യമില്ലെന്ന് തോന്നും. നല്ല മര്യാദയ്ക്ക് ചായയും കാപ്പി ഉണ്ടാക്കി കൊടുത്തോണ്ടിരുന്നവരാണ് ഇപ്പോൾ പറയും അങ്ങനെയൊന്നും വേണ്ട, അയാളും ഉണ്ടാക്കട്ടെ കുറച്ച് ചായയും കാപ്പി എന്ന് പറയും. അത്രയും കുറച്ച് വിഷമം അയാളും അറിയട്ടെന്ന് പറയും. പണ്ട് കാലത്ത് നല്ല മര്യാദയ്ക്ക് വീട്ടിലെ കാര്യം നോക്കിക്കൊണ്ടിരുന്നതാണ്. ഇപ്പോൾ വീട്ടിലെ കാര്യം നോക്കാൻ ഇൻട്രസ്റ്റ് ഇല്ല, മുഴുവൻ സമയം ക്ലബിലും ചാരായം കുടിക്കാനൊക്കെ പോകാൻ തുടങ്ങും. ഇങ്ങനെ എന്തു പറയും, വ്യാപകമായ ഒരു അരാജകത്വത്തിൻ്റെ അരൂപി പ്രവർത്തിക്കുക. അതിൻ്റെ പേരാണ് ജനറൽ അനാർക്കി. ഒരു പൊതുവായ അരാജകത്വം എല്ലാ സ്ഥലങ്ങളിലും പ്രത്യക്ഷപ്പെടും. ഉച്ചത്തിൽ പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ നല്ല ഉഷാറായിട്ട് ഇരിക്കണ്ടല്ലോ. അതിൻ്റെ അർത്ഥം രാവിലെ ഉറക്കമെല്ലാം തീർത്തു എന്നുള്ളത്. പ്രൈസ് ദി ലോർഡ്. ഇപ്പോൾ നിങ്ങൾ നല്ല ഫ്രഷായിട്ടിരിക്കണോ? ശരിക്കും ധ്യാനത്തിന് രാവിലെ വന്ന് കൂടണ മാതിരി ഫ്രഷായിട്ടിരിപ്പുണ്ട്. അപ്പോൾ എനിക്കൊരു കാര്യം പറയുന്നത്, ഞാൻ രാവിലെ നിങ്ങളെന്താ ചെയ്യണം ഞാൻ നോക്കിയില്ല, ഞാൻ ഫുള്ള് പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, എന്താ സംഭവം നോക്കാൻ പറ്റിയില്ല. ഇപ്പോഴാണ് ഞാൻ ശരിക്കും നോക്കണത്. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അതുകൊണ്ട് യേശുവിൻ്റെ രണ്ടാം വരവിന് മുമ്പ് എല്ലാ സ്ഥലത്തും ഒരു ജനറൽ അനാർക്കി, ഒരു വ്യാപകമായ അരാജകത്വം ഉണ്ടാവും. ഒരു ബിഷപ്പിന് അച്ഛന്മാരോട് പറയാൻ പറ്റാതെ ആവും. അച്ഛന്മാർ ഇംഗ്ലാവ് വിളിക്കാൻ തുടങ്ങും. അതുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയാൻ പാടില്ല, നോക്കിയാൽ മതി. ഒരു മദറിനോ അല്ലെങ്കിൽ ഒരു ജനറാളമ്മയ്ക്കോ സിസ്റ്റർമാരോട് പറയാൻ പറ്റാതെയാവും. ഉടനെ അവിടെ ഉരുൾപൊട്ടലുണ്ടാവും. മലയിടിച്ചിൽ, ഉരുൾപൊട്ടൽ, സുനാമി. പ്രകൃതി മാത്രമല്ല, അത് കുടുംബത്തിലും ഉണ്ടാവും. വളരെ പവിത്രമായി നമ്മൾ കരുതിയിരുന്ന എന്ന് പറഞ്ഞാൽ ദൈവരാജ്യത്തിൻ്റെ ദിവ്യമായ വ്യവസ്ഥിതിയാണ് വിധേയത്വം. ദൈവരാജ്യത്തിൻ്റെ ദിവ്യമായ വ്യവസ്ഥിതിയായി വിധേയത്വം ഈ അരൂപി പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ അടിമത്തമായി തോന്നാൻ തുടങ്ങും. ഇവിടെ ഒരു സ്വാതന്ത്ര്യമില്ല. ഒരു സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞ് നമ്മുടെ എന്താ പറയണത്, നമ്മുടെ വട്ടൻ കടിച്ച പശു ചാടണ മാതിരി ചാടാൻ തുടങ്ങും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചെള്ളു കടിച്ച പശു തൊഴിക്കണ പോലെയൊക്കെ തൊഴിക്കാനും ചാടാനും തുടങ്ങും. നല്ല മര്യാദയ്ക്ക് അനുസരിച്ചുകൊണ്ട് നടന്ന കുടുംബമാണ്. നല്ല മര്യാദയ്ക്ക് കൃപയിൽ പോയിരുന്ന ഗവൺമെൻറ്റാണ്. നല്ല മര്യാദയ്ക്ക് അനുസരണത്തിൽ കൃപയിലും പ്രാർത്ഥനയിലും ഒന്നിച്ചു പോരുന്ന കമ്മ്യൂണിറ്റിയാണ്. നല്ല മര്യാദയ്ക്ക് പോരുന്ന രൂപതയാണ്. നല്ല മര്യാദയ്ക്ക് വരുന്ന ഇടവകയാണ്. അതെല്ലാം എന്താവും, ഈ ഒരു വിഘടനത്തിൻ്റെ ഒരു അരൂപിയുടെ പീഡ ഏൽക്കാൻ തുടങ്ങും. ഉച്ചത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. സ്പിരിറ്റ് ഓഫ് അപ്പോസ്റ്റസി പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ 5 ലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടും. 5 ലക്ഷണങ്ങളുണ്ടാവും. അതിൽ ഒന്നാമത്തെ ലക്ഷണം ഇതാണ്. സ്പിരിറ്റ് ഓഫ് അപ്പോസ്റ്റസി ഒരു കുടുംബത്തിലോ ഒരു ഇടവകയിലോ ഒരു രൂപതയിലോ പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ ഒന്നാമത്തിൽ മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധം വിച്ഛേദിച്ച് കളയും. മാതാപിതാക്കൾക്ക് മക്കളെ തിരുത്താൻ പറ്റാതെയാവും. മക്കൾക്ക് മാതാപിതാക്കന്മാരോട് സ്നേഹം തോന്നാതെയാവും. കുടുംബങ്ങളിൽ മക്കൾ വേണ്ടാന്ന് ചിന്തിക്കാൻ തുടങ്ങും. ഇനി കുട്ടികളുണ്ടായാൽ തന്നെ കുട്ടികളെ തിരുത്താതെയാവും. അങ്ങനെ തന്നിഷ്ടത്തിൽ വളരുന്ന തലമുറയുണ്ടാവും. സ്പിരിറ്റ് ഓഫ് അപ്പോസ്റ്റസി പ്രവർത്തിക്കും വ്യാപകമായി. ഒരു സ്ഥലത്ത് 2 സ്ഥലത്തും അല്ല, എല്ലായിടത്തും ഈ ഒരു ലക്ഷണം പ്രത്യക്ഷപ്പെടും. മാതാപിതാക്കൾക്ക് മക്കളെ തിരുത്താൻ പറ്റാതെയാവും. മക്കൾക്ക് മാതാപിതാക്കന്മാരോട് താല്പര്യമില്ലാതെയാവും. ഉച്ചത്തിൽ പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനത്തെ ഒരു പീഡ എങ്ങനെ കണ്ടു തുടങ്ങിയിട്ടുണ്ടോ? ഇല്ല, നിങ്ങൾ കാണില്ല. ചുറ്റിനും പൊള്ളലേറ്റാലും നിങ്ങൾ അറിയല, ഇരിക്കണ അവിടെ തീ പിടിച്ചാലും നിങ്ങൾ അറിയല. എന്നുറക്കെ പറഞ്ഞ പ്രൈസ് ദി ലോർഡ്. അതാണ് യെശയ്യായുടെ പ്രവചനത്തിലൊരു വചനമുണ്ട്. എൻ്റെ ദാസനല്ലാതെ ആരുണ്ട് ഇവിടെ കുരുടനായി, എൻ്റെ ദാസനല്ലാതെ ആരുണ്ട് ഇവിടെ അന്ധനായി. അവന് ചുറ്റിലും തീ പിടിച്ചിട്ടും അവന് പൊള്ളലേറ്റിട്ടും അവൻ അറിയുന്നില്ല, അവൻ മനസ്സിലാക്കുന്നുമില്ല. ഇതാണ് കർത്താവിൻ്റെ ഭവനത്തെക്കുറിച്ച് കർത്താവിൻ്റെ ഒരു വേദന യെശയ്യാ പ്രവചനത്തിൽ 42-ാം അധ്യായത്തിലാണെന്ന് തോന്നുന്നു വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഉച്ചത്തിൽ പറഞ്ഞ് ഹല്ലേലൂയ. അതുകൊണ്ട് കർത്താവിനോട് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് അന്ത്യകാലത്ത് കർത്താവ് ശുശ്രൂഷകരെ അയക്കുമ്പോൾ കർത്താവ് അയക്കുന്ന ശുശ്രൂഷകർ ഒരു പ്രത്യേകത എങ്ങനെയായിരിക്കും?
അവർ മാതാപിതാക്കളുടെ ഹൃദയം മക്കളിലേക്കും മക്കളുടെ ഹൃദയം മാതാപിതാക്കളിലേക്കും തിരിക്കുന്നവരാവും. മലാക്കി പ്രവചനത്തിൽ 4-ാം അധ്യായത്തിൽ 6-ാം തിരുലിഖിതം, മലാക്കി പ്രവചനത്തിൽ 4-ാം അധ്യായത്തിൽ 6-ാമത്തെ തിരുലിഖിതം. അന്നത്തെ ശുശ്രൂഷയുടെ ഒരു പ്രത്യേകത ഇങ്ങനെയാണ്: ഞാൻ വന്ന് ദേശത്തെ ഇങ്ങനെ വന്നു കഴിയുമ്പോൾ കർത്താവ് വന്ന് അഗ്നി കൊണ്ട് ആ ദേശം നശിപ്പിക്കും. അങ്ങനെ നശിപ്പിക്കാതിരിക്കാൻ എന്തു ചെയ്യും? അന്നത്തെ പ്രഘോഷണത്തിൽ, അന്നത്തെ ശുശ്രൂഷകളിൽ നിരന്തരം ഒരു ആഹ്വാനം മുഴങ്ങും. മാതാപിതാക്കന്മാരോട് മക്കളെ സ്നേഹിക്കണമെന്ന് പറയാൻ തുടങ്ങും, മക്കളെ തിരുത്തണം, മക്കളെ സ്നേഹിക്കണം, മക്കളുടെ കെയർ ചെയ്യണമെന്ന് പറയാൻ തുടങ്ങും, ധാരാളം മക്കളെ സ്വീകരിക്കണമെന്ന് പറയാൻ തുടങ്ങും. മക്കളെ സ്നേഹിക്കുന്ന കുടുംബങ്ങൾ ഉണ്ടാകാൻ വേണ്ടി നിരന്തര ആഹ്വാനങ്ങൾ ആ കാലഘട്ടത്തിലുണ്ടാവും. വൈജോഗിക്ക് മാതാപിതാക്കളുടെ ഹൃദയം മക്കളിലേക്കും മക്കളുടെ ഹൃദയം മാതാപിതാക്കളിലേക്കും തിരിക്കും. മക്കൾക്ക് മാതാപിതാക്കന്മാരൊരു ഭാരമല്ല, മാതാപിതാക്കന്മാർ ഒരു എന്താ പറയണത്, മാതാപിതാക്കന്മാർ ഒരു 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 കിറാമുട്ടിയല്ല. മക്കൾക്ക് മാതാപിതാക്കന്മാർ അനുഗ്രഹമാണ്, മാതാപിതാക്കന്മാർ മക്കൾക്കൊരു അനുഗ്രഹമാണ്. ഇങ്ങനെ ചിന്തിക്കാൻ ഇടവരും. പ്രൈസ് ദി ലോർഡ്. അതിനുവേണ്ടിയുള്ള ആഹ്വാനങ്ങൾ മുഴങ്ങും. അന്നത്തെ ശുശ്രൂഷയുടെ ഒരു പ്രധാന ശുശ്രൂഷ അതായിരിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇവിടെ ആരെങ്കിലും മക്കൾ ജനിക്കുന്നത് ശല്യമാണെന്ന് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ കർത്താവിൻ്റെ സന്നിധി അനുദപിക്കണം. അധികം മക്കളുണ്ടാകുന്നത് നല്ലതല്ല എന്ന് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ കർത്താവിൻ്റെ സന്നിധി, അതൊക്കെ ഈ തിന്മയുടെ ആരംഭ വിത്തിട്ട ചിന്തകളായിരുന്നു. 2 കാര്യങ്ങൾ എന്ന് എഴുന്നേറ്റ് വന്നേ. ഒരു പ്രായശ്ചിത്തമായിട്ട് തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും ഉണ്ടാവില്ല, കുറച്ച് പേരൊക്കെ അങ്ങനെ പാപം ചെയ്ത് അകൃത്യത്തിലായിട്ടുണ്ടാവും. എഴുന്നേറ്റ് വന്നോ. അതുകൊണ്ട് എല്ലാവരും കർത്താവിൻ്റെ സന്നിധിയിൽ ഒന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവിൻ്റെ സന്നിധി, കർത്താവിൻ്റെ കൃപ വന്നു കഴിയുമ്പോൾ മക്കളോട് സ്നേഹം ഉണ്ടാവും. ഒരുപാട് മക്കളുണ്ടാകുന്ന ആഗ്രഹം ഉണ്ടാവും. ഉള്ള മക്കളെല്ലാം അനുഗ്രഹമാണെന്ന് തോന്നാൻ തുടങ്ങും. മറ്റേത് ഈ മക്കളൊരു ബാധ്യതയാണ്, ഇതൊരു ഭാരമാണെന്ന് ഇങ്ങനെ സങ്കടപ്പെട്ട് ഭാരപ്പെട്ട് ശപിച്ചായിരിക്കും നിങ്ങളൊക്കെ എടുക്കാൻ പോണത്, ഒരെണ്ണത്തെ സ്വീകരിച്ചാൽ തന്നെ. എന്നാൽ കൃപ വന്നു കഴിയുമ്പോൾ, ദൈവത്തിൻ്റെ ആത്മാവ് വന്നു കഴിയുമ്പോൾ മക്കളൊരു ബ്ലെസ്സിങ് ആണ്, മക്കളൊരു അനുഗ്രഹമാണ്. മക്കളോട് സ്നേഹം അങ്ങോട്ട് തോന്നാൻ തുടങ്ങും. ഹൃദയത്തിലൊരു അനുഗ്രഹമുണ്ട്. ദൈവമേ, കൈ ഉയർത്തിപ്പിടിച്ചേ. ഈ സമൂഹത്തിൽ ഇന്നിതാ ഞങ്ങൾ അങ്ങേ സ്നേഹിക്കുന്ന കർത്താവേ, അരാജകത്തിൻ്റെ അരൂപിയുടെ എല്ലാ ആവാസങ്ങളും വിട്ടുപോകാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. അതിന് തുടക്കം ഞങ്ങളുടെ തന്നെ ഹൃദയത്തിൽ വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾക്ക് തോന്നിയ ചില ചിന്തകളുണ്ട് കർത്താവേ, അതെല്ലാം പ്രത്യേകം സമർപ്പിക്കുകയാണ്. ഇടവകയിലെ വികാരിച്ചൻ ജനങ്ങളൊരു ഭാരമായി തോന്നരുത്, ജനങ്ങൾക്ക് വികാരിച്ചൊരു കിറാമുട്ടിയായി തോന്നരുത്. ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സ്നേഹവും തുറവി ഉണ്ടാകട്ടെ. രൂപതയിലും അങ്ങനെ തന്നെ ഉണ്ടാകട്ടെ, കോൺവെൻറ്റുകളിലും അങ്ങനെ തന്നെ ഉണ്ടാകട്ടെ. കർത്താവായ ക്രിസ്തുവിൻ്റെ സഭ എവിടെയെല്ലാം ഉണ്ട് അവിടെയെല്ലാം തമ്മിൽ സ്നേഹവും ബഹുമാനവും ഉണ്ടാകട്ടെ. ഉച്ചത്തിൽ സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഈ ദാസന്മാരുടെ മേൽ അനോയിന്റിംഗ് നിറയട്ടെ കർത്താവേ. ഈ ദാസന്മാരുടെ അനോയിന്റിംഗ് നിറയട്ടെ കർത്താവേ. കർത്താവിൻ്റെ കൃപ ഇവരുടെ മേൽ നിറഞ്ഞ് മക്കളെ സ്നേഹിക്കാനും മാതാപിതാക്കന്മാരെ ബഹുമാനിക്കാനും കുടുംബത്തിൽ സന്തോഷിക്കാനും അനുഗ്രഹം കൊടുക്കണം. കുടുംബത്തിൽ സന്തോഷിക്കാൻ അനുഗ്രഹം കൊടുക്കണമേ. വീട്ടിൽ പോകുന്നത് സന്തോഷം തോന്നട്ടെ, വീട്ടിലേക്ക് പോകുന്നത് സന്തോഷം തോന്നട്ടെ. വീട്ടിൽ നിന്ന് അകന്നു നിൽക്കുന്നത് തിരിച്ചു വരട്ടെ. കുടുംബത്തെ സ്നേഹിക്കട്ടെ, ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കട്ടെ. കുടുംബത്തിൽ കുടുംബ ബന്ധങ്ങൾ ഉണ്ടാകട്ടെ. തകർന്നു കിടക്കുന്ന കുടുംബ ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കപ്പെടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു ഇപ്പോഴും എന്നേക്കും. ആമേൻ, 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 ആമേൻ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഇരിക്കാം. രണ്ടാമത്തേത്, ദൈവത്തിൻ്റെ സ്പിരിറ്റ് ഓഫ് അപ്പോസ്റ്റസി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന രണ്ടാമത്തെ പ്രത്യേകത, യേശുവിൻ്റെ നാമം എല്ലായിടത്തു നിന്ന് തുടച്ചു മാറ്റപ്പെടും. യേശുവിന് പകരം വേറെ കാര്യങ്ങളാവും വരിക. യേശുവിൻ്റെ നാമം എല്ലായിടത്തു നിന്നും നീക്കപ്പെടും. യേശു എന്ന വ്യക്തിയെ ഇല്ലാതാക്കി കളയും. അതിന് പകരം ദൈവം എന്ന് വിളിച്ചാൽ മതി എന്ന് പറയും. അല്ലെങ്കിൽ ക്രിസ്മസ് എന്ന് പകരം ഹോളിഡേ എന്ന് പറഞ്ഞാൽ മതി എന്ന് പറയും. ഇല്ലെങ്കിൽ യേശു ക്രിസ്തുവിനെ പ്രഘോഷിക്കുന്നത് നാണക്കേടായി തുടങ്ങും. അതുപോലെ യേശു ക്രിസ്തുവിൻ്റെ ഓർമ്മ അടയാളമായ കുരിശ് രൂപം ഒക്കെ നീക്കം ചെയ്യപ്പെടും. പ്രൈസ് ദി ലോർഡ്. എന്നൊക്കെ പറഞ്ഞ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എത്രയോ പ്രബലമായ വിധത്തിലാണ് ലോകത്തിൽ ഈ ഒരു അവസ്ഥ വന്നുകൊണ്ടിരിക്കുന്നത്. എവിടെയെങ്കിലും കുരിശുരൂപമുണ്ടെങ്കിൽ അതെല്ലാം നീക്കം ചെയ്യപ്പെടും. എവിടെയെങ്കിലും യേശുവിൻ്റെ നാമം പറയുന്നവരുണ്ടെങ്കിൽ അതെല്ലാം നിരോധിക്കപ്പെടും. യേശുവിൻ്റെ നാമം പറയാതെയാവും. അനേക രാജ്യങ്ങൾ ക്രിസ്മസ് എന്ന് പോലും പറയാത്ത വിധത്തിൽ ഹോളിഡേ നാക്കി മാറ്റിക്കളയും. അങ്ങനെ അത് വ്യാപകമായി വന്നുകൊണ്ടിരിക്കുകയാണ്. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ,
അത് വെളിപാടിൻ്റെ പുസ്തകത്തിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. വെളിപാടിൻ്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? ആ സ്ത്രീ വിഴുങ്ങുന്ന കുട്ടിയെ വിഴുങ്ങാൻ സർപ്പം കാത്തു നിന്നു, അല്ലേ? വെളിപാടിൻ്റെ പുസ്തകത്തിൽ അത് നമ്മൾ വായിക്കുന്നുണ്ട്. വെളിപാടിൻ്റെ പുസ്തകം 12-ാമത്തെ അധ്യായത്തിൽ 9-10 വാക്യങ്ങൾ. 12-ാം അധ്യായം 9-10 വാക്യങ്ങൾ. ആ വലിയ സർപ്പം സർവ്വലോകത്തെയും വഞ്ചിക്കുന്ന സാത്താനെന്നും പിശാചെന്നും വിളിക്കപ്പെടുന്ന ആ പുരാതന സർപ്പം ഭൂമിയിലേക്ക് വലിച്ചെറിയപ്പെട്ടു, അവനോടുകൂടി അവൻ്റെ ദൂതന്മാരും. ഈ സർപ്പത്തിൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞത് സ്ത്രീ പ്രസവിക്കുന്ന കുട്ടിയെ വിഴുങ്ങുക എന്നുള്ളത്. യേശുവിൻ്റെ നാമം എല്ലായിടത്തുനിന്നും തുടച്ചു മാറ്റുക എന്നുള്ളതാണ്. നിങ്ങളുടെ വീട്ടിൽ തന്നെ അതില്ല. ആ പ്രാർത്ഥനയൊക്കെ നിലയ്ക്കാൻ ഇടവരുത്തുന്നതിൻ്റെ ഒരു കാരണം നിരന്തരം പോരാടുന്ന ഒരു സർപ്പം ഉണ്ടെന്ന് മനസ്സിലാക്കണം. പ്രൈസ് ദി ലോർഡ്. ആ പുരാതന സാത്താനെന്നും പിശാചെന്നും വിളിക്കപ്പെടുന്ന പുരാതന സർപ്പം നിരന്തര പോരാട്ടത്തിലാണ്. യേശുവിൻ്റെ നാമം ഏറ്റുപറയുകയോ യേശുവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുകയോ യേശുവിൻ്റെ നാമം ഉയർത്തുകയോ ചെയ്യുന്ന എല്ലാവരോടുമായിട്ട് അത് നിരന്തര യുദ്ധത്തിലാണ്. അത് ഇല്ലാതാക്കാൻ എല്ലായിടത്തും അത് വ്യാപകമായ വിധം ശ്രമം ആരംഭിക്കും. ഉച്ചത്തിൽ പറഞ്ഞ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മൂന്നാമത്തെ പ്രത്യേകത ദ സ്പിരിറ്റ് ഓഫ് അപ്പോസ്റ്റസി പ്രവർത്തിക്കുമ്പോൾ സംഭവിക്കുന്ന മൂന്നാമത്തെ അടയാളം, സെക്കുലറിസം എല്ലായിടത്തും ഭരണം നടത്താൻ തുടങ്ങും. ദൈവവിശ്വാസവും ദൈവിക കാര്യങ്ങളും എല്ലായിടത്തും അവിടുന്ന് നീക്കം ചെയ്യപ്പെടും. പകരം സെക്കുലറിസം എല്ലായിടത്തും ഭരണം നടത്താൻ തുടങ്ങും. അതാണ് നമ്മൾ 2 തെസ്സലോനിക്കർ 2-ാം അധ്യായം 3-4 വാക്യങ്ങൾ വായിക്കും. ദൈവമെന്ന് വിളിക്കപ്പെടുന്നതോ ആരാധന വിഷയമായിരിക്കുന്നതായ എല്ലാറ്റിനെയും അത് നിഷേധിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പകരം നമ്മുടെ കംഫർട്ട്, നമ്മുടെ സുഖം അതൊന്നാം സ്ഥാനത്ത് കൊണ്ടുവരും. ഇൻഡിവിജ്വലിസം. അന്ന് കമ്മ്യൂണിറ്റി ലൈഫ് അസാധ്യമാവും എന്ന് പറഞ്ഞാൽ അവനവൻ്റെ കംഫർട്ട്, അവനവൻ്റെ സുഖം. കല്യാണം കഴിച്ചാൽ എൻ്റെ സൗന്ദര്യം പോകും തോന്നിയാൽ പിന്നെ കല്യാണം കഴിക്കുകയല്ല. അവനവൻ്റെ കംഫർട്ട്, അവനവൻ്റെ സൗന്ദര്യം ഒന്നാം സ്ഥാനത്ത് വരും. മക്കളെ വളർത്തിയാൽ നമുക്ക് കേടുവരുമെന്ന് തോന്നിയാൽ മക്കളെ വളർത്താതെയാവും, പ്രസവിക്കാതെയാവും. കുട്ടികൾ ജനിച്ചാൽ നമുക്ക് ഉറക്കം പോകും തോന്നിയാൽ പിന്നെ കുട്ടികൾക്ക് ജന്മം കൊടുക്കാതെയാവും. എന്താ, നമ്മുടെ ഉറക്കം പോകുന്നു കുട്ടികൾ രാത്രിക്ക് കരഞ്ഞാൽ. ഇതൊക്കെ പണ്ട് കാലത്ത് കേട്ടുകഴിവില്ലാതിരുന്നു. ഇപ്പോഴത്തെ പലരുടെ ഹൃദയങ്ങളെ അതാണ് ഭരിക്കുന്നത്. സെക്കുലറിസം എങ്ങും ഭരണം നടത്തും. അവിടെ ഇൻഡിവിജ്വലിസം ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിറ്റി ലൈഫ്, ഒന്നിച്ച് ജീവിക്കുക, ഒന്നിച്ച് ദൈവത്തെ സ്നേഹിക്കുക, ഒന്നിച്ച് ആരാധിക്കുക, ഇത് അസാധ്യമാകുന്ന വിധം സെക്കുലറിസം ഭരണം നടത്താൻ തുടങ്ങും. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. 5-ാമത്തത് കുടുംബജീവിതം അസാധ്യമാക്കും. കല്യാണം കഴിക്കാനേ പറ്റാതെയാവും. അനേകം പേര് കല്യാണം കഴിക്കാതെ നിൽക്കുമെന്ന് പറഞ്ഞാൽ ഇപ്പം ആഗ്രഹിച്ചിട്ട് കല്യാണം കഴിക്കാതിരിക്കുന്നതല്ല, ആഗ്രഹമുണ്ട് പക്ഷെ കല്യാണം നടക്കണില്ല, അതല്ല. ബോധപൂർവം കല്യാണം വേണ്ട എന്ന ഡിസിഷൻ എടുത്ത് നമ്മുടെ മക്കൾ നമ്മുടെ വീട്ടിൽ നമ്മുടെ കൺമുമ്പിൽ വളരുന്ന സമയം വരും. നമ്മളൊരുപാട് ആഗ്രഹിച്ച് പിള്ളേരെയൊക്കെ വളർത്തിക്കൊണ്ട് വരും. അവസാനം അവർ പറയും കല്യാണം വേണ്ട, കല്യാണം ഇല്ലാതെ ജീവിക്കുന്ന കാലം വരും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വേറൊരു വാക്കി പറഞ്ഞാൽ കുടുംബം തകർക്കപ്പെടും. സെക്കുലറിസത്തിൻ്റെ അല്ലെങ്കിൽ എന്താ പറയണത്, ഈ സ്പിരിറ്റ് ഓഫ് അപ്പോസ്റ്റസിയുടെ അതിപ്രധാനമായ ഒരു ആക്രമണം കുടുംബത്തിൻ്റെ നേരെയായിരിക്കും. കല്യാണങ്ങളില്ലാതെയാവും. ഞാൻ ഓർക്കുന്നുണ്ട്, UK-യിൽ ഞാനൊരു അച്ഛനെ പരിചയപ്പെട്ടു. അച്ഛൻ 23 വർഷമായി ഒരു ഇടവകയിൽ ഇരിക്കുകയാണ്. അച്ഛൻ പറയാണ്, എൻ്റെ ഇടവകയിൽ ഞാൻ അപൂർവമായിട്ട് 4-5 കല്യാണങ്ങളാണ് ഇടവകയിൽ നടത്തിയിട്ടുള്ളത്. പക്ഷെ എന്ന് വിചാരിച്ചാൽ അവിടെ ആണുങ്ങളും പെണ്ണുങ്ങളും ഒരുമിച്ച് ജീവിക്കുന്നതെന്ന് വെച്ചാൽ ധാരാളം പേര് ജീവിക്കുന്നുണ്ട്, ധാരാളം പേർക്ക് മക്കളുമുണ്ട്. പക്ഷേ കല്യാണങ്ങൾ നടക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. നിങ്ങൾ ചിന്തിച്ച് നോക്ക്, നമ്മളിപ്പോൾ വിദേശ രാജ്യങ്ങളിലേക്കോ മറ്റ് രാജ്യങ്ങളിലേക്കോ നമ്മുടെ കേരളത്തിൽ നമ്മുടെ മലയാളികളുടെ ഇടയിൽ തന്നെ കല്യാണം വേണ്ട, ഞങ്ങളിങ്ങനെ പല വിധത്തിൽ മാനേജ് ചെയ്തോളാം എന്ന് ചിന്തിക്കുകയും ജീവിക്കുകയും ചെയ്യുന്ന
എത്ര 10,000 ചെറുപ്പക്കാരുണ്ടെന്ന് ചിന്തിച്ചു നോക്ക്. നിങ്ങൾക്കറിയില്ലെങ്കിൽ അനേക സ്ഥലങ്ങളിലുള്ള മലയാളികളോട് പരിചയമുള്ള എനിക്കറിയാം. മാതാപിതാക്കന്മാരുടെ വേദന, അവരുടെ കണ്ണുനീര്, കുടുംബം ആക്രമണത്തിന് വിധേയമാക്കപ്പെടും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. വിശുദ്ധ കുർബാന സ്വീകരണവും വിശുദ്ധ കുർബാന അർപ്പണവും എങ്ങും എന്താ പറയണത്, എങ്ങും പുറകോട്ട് മാറ്റപ്പെടും. മുൻനിരയിൽ അതൊന്നും ആയിരിക്കില്ല. വിശുദ്ധ കുർബാന സ്വീകരണവും വിശുദ്ധ കുർബാന അർപ്പണവും ആയിരിക്കില്ല റിലീജിയസ് ലൈഫിൻ്റെ മാനദണ്ഡം. അതിനെ അവമതിക്കും, അതിന് കർട്ടനിടുന്ന ഉദ്ദേശിക്കുന്നത് അതിനെ പുറകോട്ട് മാറ്റും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചിന്തിച്ച് നോക്കുക. അനേക സ്ഥലങ്ങളിൽ ദൈവത്തോടോ അല്ലെങ്കിൽ ബലിയർപ്പണത്തോടോ അല്ലെങ്കിൽ കുർബാന സ്വീകരണത്തോടോ ഉള്ള താല്പര്യം അങ്ങോട്ട് സാത്താൻ എടുത്തു കളഞ്ഞു. കുർബാന അർപ്പണങ്ങൾ ഇല്ലാതെയാവും. കുർബാന അർപ്പണങ്ങൾ ഇല്ലാതെയാകാൻ ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് വൈദികർ ഇല്ലാതെയാവും. ദൈവവിളി നിഷ്പ്രഭമാക്കി കളയും. ഒരു സിസ്റ്ററാകാൻ പോകാൻ വേണ്ടി ആഗ്രഹിക്കുന്ന കുട്ടിക്ക് അതൊട്ടും നല്ലതല്ല എന്ന് ഉള്ള തോന്നലുണ്ടാക്കുന്നത് പോലെ സമൂഹത്തിൽ അന്തരീക്ഷം ഉണ്ടാവും. ഒരു വൈദികനാകാൻ പോകാൻ ആഗ്രഹിക്കുന്ന കുട്ടി ഒരു വൈദികനാകാൻ പോകുന്നത് വളരെ ആവേശത്തോടെ, ഞാൻ അച്ഛനാകാൻ പോകണം, എനിക്ക് വിളിയുണ്ടെന്ന് പറയുമ്പോൾ അതിൻ്റെ മേൽ ചൂടുവെള്ളം കോരി ഒഴിക്കുന്ന മാതിരി ഉള്ള അനുഭവമായിരിക്കും കിട്ടാൻ പോണത്. ഈ കാലത്ത് ഈ സ്പിരിറ്റ് ഓഫ് അപ്പോസ്റ്റസി പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ വൈദികരാകാനും സിസ്റ്റർമാരാകാനും ആഗ്രഹിക്കുന്നവരെ നിരുത്സാഹപ്പെടുത്തുകയും അവരില്ലാതാക്കുകയും ചെയ്യുന്ന സമയം വരും. അതുകൊണ്ട് എന്താണ്, വൈദികരും സിസ്റ്റേഴ്സും ഇല്ലാതെയാവും. വൈദികരും സിസ്റ്റേഴ്സ് ഇല്ലാതായാൽ സംഭവിക്കുന്നതോ, വൈദികർ സിസ്റ്റേഴ്സ് ഇല്ലാതായാൽ അവരുടെ ബലിയർപ്പണങ്ങളും ദേവാലയങ്ങളും ഇല്ലാതെയാവും. ഹല്ലേലൂയ. ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ ഒരു സ്ഥലത്ത് ശുശ്രൂഷ ചെയ്തപ്പോൾ, എനിക്ക് തോന്നുന്നു അയർലൻഡാന്ന് തോന്നുന്നു, അയർലൻഡിൽ ശുശ്രൂഷ ചെയ്തപ്പോൾ അയർലൻഡിലുള്ള വിശ്വാസികൾ, ഒരു രൂപതയിലുള്ള വിശ്വാസികൾ വളരെ വേദനയോടെ വന്ന് പറഞ്ഞത്, അയർലൻഡൊക്കെ കേരളം പോലെ നല്ല തീഷ്ണതയുള്ള കത്തോലിക്ക വിശ്വാസികളുണ്ടായിരുന്ന സ്ഥലമാണ് അയർലൻഡ്. അവിടെയുള്ള വിശ്വാസികൾ വന്ന് പറഞ്ഞത്, ഞങ്ങളുടെ പള്ളികളിൽ, ഞങ്ങളുടെ രൂപതയിലുള്ള പള്ളികളിൽ ഒരു സർക്കുലർ വായിച്ചു. ആ സർക്കുലർ അനുസരിച്ച് ഈ രൂപതയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അച്ഛൻ്റെ വയസ്സ് 55. അതിനുശേഷം അച്ഛന്മാരുണ്ടായിട്ടില്ല, ദൈവവിളിയില്ല, സെമിനാരിൽ അച്ഛന്മാരാകാനുള്ള കുട്ടികളില്ല. അതുകൊണ്ട് ഈ അച്ഛന്മാർ റിട്ടയർ ആകുന്ന അനുസരിച്ച്, പ്രായമായി പോകുന്ന അനുസരിച്ച് പള്ളികളിൽ കുർബാന ഉണ്ടായിരിക്കില്ല. പള്ളികളിൽ കുർബാന ഉണ്ടാകാതെ വരുമ്പോൾ എന്താണ്, പിന്നെന്ത് ചെയ്യും? പിന്നെ ആരെങ്കിലും നമ്മുടെ കമ്മ്യൂണിയൻ ഡിസ്ട്രിബ്യൂട്ടർ എന്ന് പറഞ്ഞ ഒരാളുണ്ട്, അത് ഏതെങ്കിലും ചേച്ചിയോ ചേട്ടനോ ആരെങ്കിലും ഒരു സാധനം, ഒരു പുതപ്പ് പോലെ സാധനം, ഷോള് പോലെ സാധനം പുതച്ചിട്ട് വന്നിട്ട് 5 മിനിറ്റ് കൊണ്ട് കുർബാന കൊടുത്തിട്ട് പോകും ഞായറാഴ്ച. ഇതാവും ഞായറാഴ്ചത്തെ സ്ഥിതി. വൈദികരില്ല ബലിയർപ്പിക്കാൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇപ്പോൾ തന്നെ പല രൂപതകളിലും ഇതുപോലത്തെ പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കേരളത്തിലും ഇതുപോലെയുള്ള കാര്യങ്ങളില്ല എന്ന് വിചാരിക്കേണ്ട. ഇവിടെ ഇറങ്ങുന്ന സിനിമകൾ, ഇവിടുത്തെ ചാനൽ ചർച്ചകൾ, ഇവിടുത്തെ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന കാര്യങ്ങൾ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ കയ്യും കെട്ടിയിരുന്ന് കണ്ടുകൊണ്ടിരിക്കേണ്ട ഒരു കാര്യമല്ല ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതുപോലെ സ്പിരിറ്റ് ഓഫ് അപ്പോസ്റ്റസി അഴിഞ്ഞാടുന്നൊരു കാലഘട്ടമാണ്. സിനിമയിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും ചാനൽ ചർച്ചകളിലൂടെയും മറ്റ് മാധ്യമങ്ങളിലൂടെ എല്ലാം ഇതിൻ്റെ ആക്രമണമുണ്ട്. ഇത് വിശ്വാസത്തെ ആക്രമിക്കുന്ന പോലെ തന്നെ ഇത് ഈ ഒരു മണ്ഡലത്തെ ബലിയർപ്പണം ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള വലിയ കൗശലപൂർവമായ സാത്താൻ്റെ ഒരാക്രമണം ഈ കൂട്ടത്തിൽ നടക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കണം. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളിപ്പോൾ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി. തലയുയർത്തി നോക്കിക്കേ, എത്ര കുട്ടികൾ നിങ്ങളുടെ കൂടെ ഇരിക്കുന്നുണ്ടെന്ന് നോക്കിക്കേ. പരീക്ഷയുണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, എന്താണ് കാര്യം തന്നെ. എത്ര ചെറുപ്പക്കാർ നിങ്ങളുടെ അടുത്തെങ്ങാനും ഇരിപ്പുണ്ടെന്ന് നോക്കിയേ. കൂട്ടം കൂട്ടമായിട്ട് അപ്പനും അമ്മയും മക്കളും ഒരുമിച്ച് വന്ന് ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കുകയാണോ, ദൈവത്തെ വചനം കേട്ടുകൊണ്ടിരിക്കുകയാണോ എന്ന്. ഇത്രയും കാര്യങ്ങൾ നമ്മുടെ ഇടവകയൊക്കെ ഉള്ളതല്ലേ. വചനത്തിന് ദാഹമുള്ള എത്ര കുട്ടികളും ചെറുപ്പക്കാരും ഉണ്ടെന്ന് നിങ്ങൾ ചിന്തിച്ച് നോക്കുക. ഉറക്കെ പറഞ്ഞേ പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഇപ്പം തന്നെ നമുക്കൊന്ന് പ്രാർത്ഥിച്ചാലോ? ചാടി എഴുന്നേറ്റേ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. നമുക്ക് ചുറ്റും ഇതുപോലെ
ഇതുപോലെ ശക്തമായ വിധം സെക്കുലറിസ്റ്റ് അല്ല, ഇതുപോലെ സ്പിരിറ്റ് ഓഫ് അപ്പോസ്റ്റസിയുടെ ആക്രമണം നടക്കുമ്പം നമ്മൾ വളരെ സ്വസ്ഥരാണ്, വളരെ നമ്മൾ കംഫർട്ടബിൾ, നമ്മൾ സന്തോഷമായിട്ട് നമ്മൾ വീട്ടിൽ ഇരിക്കുകയാണ് നമ്മൾ. അതാണ് ഹഗ്ഗായിയുടെ പുസ്തകം 1:4 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഇടവകയിലുള്ള ശുശ്രൂഷ അവസാനിപ്പിച്ച് വചനപ്രഘോഷണം ആരംഭിക്കാൻ വേണ്ടി കർത്താവ് തന്നൊരു വചനമാണ് ഹഗ്ഗായി 1:4. എന്താണെന്നറിയാവോ? എല്ലാ വർഷവും ഞാൻ പറയാറുള്ളതാണ്, എവിടെ പോയാലും ഞാൻ പറയാറുള്ളതാണ് ഹഗ്ഗായി 1:4. എൻ്റെ ആലയം തകർന്നു കിടക്കുന്ന ഈ സമയം നിങ്ങൾക്ക് മച്ചിട്ട ഭവനങ്ങളിൽ സുഖമായി വസിക്കാനുള്ള സമയമാണോ? നമുക്കൊരു ജോലി കിട്ടി, നമ്മൾ സുഖമായിട്ട് പോവുകയാണ്, നമുക്കൊരു വീട് കിട്ടി, നമ്മൾ സുഖമായിട്ട് പോവുകയാണ്. ഇവിടെ മല്ലപ്പൊരിയാറ് പൊട്ടി ഒഴുകി വരുന്ന സമയത്ത് ഇവിടെ ചെറിയ വരമ്പൊക്കെ നേരെയാക്കി ഇരിക്കാൻ പറ്റുമെന്ന് നിങ്ങൾ വിചാരിക്കണത്? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വളരെ മാരകമായ വിപത്താണ് വിശ്വാസികളുടെ സമൂഹത്തെ എല്ലാ ഭാഗത്തു നിന്ന് ആക്രമിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് സ്പിരിറ്റ് ഓഫ് അപ്പോസ്റ്റസി. കർത്താവിൻ്റെ സഭയെ ആക്രമിക്കുന്ന അരൂപികളിൽ പ്രധാനപ്പെട്ട അരൂപിയാണ് സ്പിരിറ്റ് ഓഫ് അപ്പോസ്റ്റസി. വിശ്വാസം ഉപേക്ഷിക്കാൻ നിർബന്ധിക്കുന്ന ആത്മാവ്, ദൈവനിഷേധം മാത്രമല്ല, അത് സ്പിരിറ്റ് ഓഫ് അപ്പോസ്റ്റസി. ഇതിൻ്റെ എല്ലാ വിശ്വാസവും, പ്രാർത്ഥന, കുടുംബം, അങ്ങനെ ഒരുപാട് മേഖലകളുണ്ട്. അതെല്ലാം തകർക്കാൻ വേണ്ടി ഇത് വ്യാപകമായ വിധം ആക്രമിക്കും. ആ സമയത്ത് ഹൃദയത്തിലൊരു പെയിൻ ഉണ്ടാകണം. ദൈവമേ, ഞാൻ ജീവിക്കുന്ന കാലഘട്ടത്തിൽ നടക്കുകയാണല്ലോ, എനിക്ക് ചെയ്യാൻ പറ്റുന്നത് ഞാൻ ചെയ്യണ്ടേ, എന്തെങ്കിലും ഞാൻ ചെയ്യണ്ടേ. ഞങ്ങൾക്കുണ്ട് സാബു ബ്രദർ ഒരുപാട് അതുപോലെ ആളുകൾ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ കർത്താവിൻ്റെ സഭയുടെ ഈ അടിസ്ഥാനം ഉറപ്പിക്കാൻ ദൈവവിളി ഉണ്ടാകണം, കുടുംബത്തിൽ പ്രാർത്ഥന ഉണ്ടാകണം, കുടുംബങ്ങൾ ഉണ്ടാകണം, ചെറുപ്പക്കാർക്ക് നല്ല ഭാവി ഉണ്ടാകണം, അവർക്ക് കുടുംബജീവിതത്തോട് താല്പര്യം തോന്നണം, ഇങ്ങനെയുള്ള ആഗ്രഹത്തോടെ അതിനുവേണ്ടി അധ്വാനിക്കുന്ന കുറേ പേര് ഈ കാലഘട്ടത്തിൽ സഭയിലുണ്ട്. പക്ഷേ അത് നാമമാത്രമാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്നാൽ സുനാമി പോലെ, കടലല പോലെ എല്ലാ ഭാഗത്തും അലയടിച്ചുകൊണ്ടിരിക്കുന്നത് സ്പിരിറ്റ് ഓഫ് അപ്പോസ്റ്റസിയുടെ സംഘാതമായ ആക്രമണമാണ്. ഈ സമയത്ത് കർത്താവിൻ്റെ വചനം പറയുകയാണ്, എൻ്റെ ദാസനല്ലാതെ ആരുണ്ട് ഇവിടെ കുരുടനായി? എൻ്റെ ദാസനല്ലാതെ, ഞാൻ വിളിച്ച് വേർതിരിച്ച എൻ്റെ ദാസനല്ലാതെ ആരുണ്ട് ഇവിടെ അന്ധനായി? അവൻ കണ്ടിട്ടും കാണുന്നില്ല, അവൻ കേട്ടിട്ടും കേൾക്കുന്നില്ല, അവന് ചുറ്റിലും തീ ആളി പടർന്നിട്ടും അവനൊന്നും മനസ്സിലാക്കുന്നില്ല. യെശയ്യാ 42-ാം അധ്യായം 18 തൊട്ട് ഉള്ള വാക്യങ്ങളാണ്. അതിൽ 20-ാമത്തെ വാക്യത്തിൽ പറയുന്നത് എങ്ങനെയാണ്? ലാസ്റ്റ് വാക്യത്തിൽ പറയുന്നത് എങ്ങനെയാണ്? അതിന് ചുറ്റും താളി പടർന്നിട്ടും അവൻ പഠിച്ചില്ല, പൊള്ളലേറ്റിട്ടും അവന് ഒന്നും മനസ്സിലാകുന്നില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ സമയം നമ്മൾ കർത്താവിനോട് പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ ദുരവസ്ഥ ചെറിയ ദുരവസ്ഥയല്ല. നിങ്ങൾ ചിന്തിക്കണം, നിങ്ങളിങ്ങനെ ഇരിക്കുന്ന സമയത്ത് ലക്ഷോപലക്ഷം വിശ്വാസികൾ ഇതൊന്നും ബാധിക്കാതെ പുറത്തു കൂടെ നടക്കുന്നവർ, ഇവിടെ ഇരിക്കുന്നവരുടെ സ്ഥിതി തന്നെ ചിന്തിച്ച് നോക്ക്. അപ്പോൾ ഇതൊന്നും ബാധിക്കാതെ പുറത്തുകൂടെ നടക്കുന്നവരുടെ സ്ഥിതി ചിന്തിക്കും. അതിലും അപ്പുറത്താണ് ചെറുപ്പക്കാരും കുട്ടികളും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നിങ്ങൾ ചിന്തിച്ച് നോക്ക്, രണ്ട് കാര്യങ്ങൾ നന്നായിട്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ നന്നായിട്ട് അറിയാവുന്നവർ സ്നേഹിക്കുന്നവർ, കർത്താവിനെ സ്നേഹിക്കുന്നവർ നന്നായിട്ട് സ്പിരിറ്റ് ഓഫ് അപ്പോസ്റ്റസിക്ക് എതിരായി എന്നെ അഭിഷേകം ചെയ്യണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കണം. ഓരോരുത്തരിലൂടെ കർത്താവിന് ചെയ്യാൻ പറ്റും, കർത്താവിൻ്റെ ആത്മാവിന് പ്രവർത്തിക്കാൻ പറ്റും. ഗോലിയാത്ത് സംഘം അവിടെയൊക്കെ വലിയ പ്രബലം, എത്ര ഉന്നതം നിന്നാലും ശരി, ഒരൊറ്റ ചെറുപ്പക്കാരിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞോളൂ. ദൈവത്തിൻ്റെ അരൂപി പ്രവർത്തിച്ചു. അവൻ ദുർബലനാകാതെ ധൈര്യം അവലംബിച്ചു. അവനിലൂടെ ദൈവജനത്തിന് അപമാനം മാറ്റാൻ ദൈവത്തിന് പറ്റി. ഹല്ലേലൂയ. കൈകൾ നന്നായിട്ട് ഉയർത്തിപ്പിടിക്കുക, ഉച്ചത്തിൽ സ്തുതിക്കുക. കർത്താവേ, വിശ്വാസത്തിന് കൃപ നൽകണമേ. കർത്താവിൻ്റെ സഭയുടെ ആത്മാവിനെ ഞങ്ങൾക്ക് നൽകണമേ. ദൈവവചനത്തിന്റെ ആത്മാവിനെ നൽകണമേ. കൃപയുടെ ആത്മാവിനെ നൽകണമേ. ഉച്ചത്തിൽ സ്തുതിക്കുക. ഈശോയുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇരിക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അടുത്തതാണ്, അഞ്ചാമത്തെയാണ്, പരസ്യമായ പ്രഘോഷണങ്ങളെല്ലാം നിരുത്സാഹപ്പെടുത്തപ്പെടും. നിരോധിക്കപ്പെടും മാത്രം, നിരോധിക്കല്ല, അതിനെ നിരുത്സാഹപ്പെടുത്തും. പരസ്യമായ പബ്ലിക് പ്രൊഫഷൻ ഓഫ് ഫെയ്ത്ത്.
വിശ്വാസത്തിൻ്റെ പരസ്യ പ്രഖ്യാപനങ്ങൾ നിരുത്സാഹപ്പെടുത്തപ്പെടും. എന്താ അത്? ഉദാഹരണത്തിന് പള്ളിയിൽ ദേവാലയത്തിൽ വിശുദ്ധൻ്റെ തിരുനാളുകൾ നടക്കുന്നു. തിരുനാളുകൾ നടത്തുമ്പോൾ ഇടവകയിലൂടെ പ്രദക്ഷിണം പോകുന്നു. അപ്പോൾ കമ്മ്യൂണിറ്റിയിൽ അല്ലെങ്കിൽ പൊതുയോഗത്തിൽ വളരെ ജെൻറ്റിലായിട്ടും തോന്നുന്ന ആൾ എഴുന്നേറ്റെന്ന് പറയും, അങ്ങനെ പോയാൽ അത് പൊതുജനങ്ങൾക്ക് ശല്യമാണ്, ട്രാഫിക് ബ്ലോക്ക്, അതുകൊണ്ട് അത് വേണ്ട. അങ്ങനെ വിശ്വാസത്തിൻ്റെ പരസ്യമായ പ്രഖ്യാപനങ്ങൾ, പബ്ലിക് പ്രൊഫഷൻ ഓഫ് ഫെയ്ത്ത് എല്ലായിടത്തും നിരുത്സാഹപ്പെടുത്തപ്പെടും. ഇപ്പോൾ ഉദാഹരണത്തിന് ഇങ്ങനെ കൺവെൻഷൻ നടത്തുന്നു, ഉടനെ പറയും അത് സൗണ്ട് മലിനീകരണമാണ്, ശബ്ദ മലിനീകരണമാണ്, അത് വേണ്ട, ഉടനെ അത് ബ്ലോക്കാക്കും. പ്രൈസ് ദി ലോർഡ്. അല്ലെങ്കിൽ ഇതിങ്ങനെ ഇതിൻ്റെ ആവശ്യമില്ല, ഇടവകയിൽ 10 പേരെ കൂട്ടി ഇങ്ങനെ അങ്ങനെ ഏറ്റവും രഹസ്യമാക്കി ഇപ്പം ഒന്നുമില്ലാതെയാവും. ജനങ്ങളെ വിളിച്ചുകൂട്ടി, വ്യാപകമായി വിളിച്ചുകൂട്ടി, ജനകീയമായി ഒരുക്കി, ജനകീയമായ മുന്നേറ്റം നടത്തി. ഇങ്ങനെ ആരെങ്കിലും അങ്ങനെ ചെയ്താൽ പബ്ലിക്കായിട്ട് പ്രഖ്യാപിക്കുകയാണ്, വചനം പ്രഖ്യാപിക്കുകയാണ്, പരസ്യ പ്രഘോഷണങ്ങളാണ്. ആ പരസ്യ പ്രഘോഷണങ്ങൾ ഇതിനെ കച്ചവടമായിട്ട് കണക്കാക്കാൻ തുടങ്ങും, ഇതിനെ തട്ടിപ്പായിട്ട് കണക്കാക്കാൻ തുടങ്ങും. ഇത് സഭയുടെ ഉള്ളിൽ നിന്ന് തന്നെ ഇതിനെ എതിർക്കും. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്തോ മാരകമായ കുറ്റം ചെയ്യുന്നവരെ പോലെ അത്രയും വിഷമിച്ച് വേദനിച്ച് ഇങ്ങനെയുള്ളത് ശുശ്രൂഷ ചെയ്യുന്നവർ ചെയ്യേണ്ടി വരും. കർത്താവിന് വേണ്ടി, കർത്താവിൻ്റെ സമൂഹത്തിന് വേണ്ടി. ഒരറിയിപ്പുണ്ട്. ഡേവിസ് തേർമടം, നെല്ലങ്കര, ഒരു ഓഫീസിലേക്കൊന്ന് ചെല്ലാൻ അറിയിച്ചിട്ടുണ്ട്. ഡേവിസ് തേർമടം, നെല്ലങ്കര. അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്, നമ്മുടെ ഓഫീസിലേക്ക് ചെല്ലുക. അപ്പോൾ അതുകൊണ്ട് പരസ്യമായ അല്ലെങ്കിൽ വിശ്വാസ പ്രഖ്യാപനം, വിശ്വാസം പ്രഖ്യാപിക്കാൻ ദൈവം നമുക്ക്, അല്ലെങ്കിൽ ദൈവം മാത്രമല്ല, നമ്മൾ അവസരങ്ങൾ കണ്ടെത്തി പരസ്യമായ വിശ്വാസ പ്രഖ്യാപനങ്ങൾ എല്ലാ സ്ഥലത്തും ചെയ്യണം. പരിശുദ്ധ കുർബാന എഴുന്നള്ളി ചോദിച്ച് 13 മണിക്കൂർ ആരാധന, നമ്മളത് പരസ്യമായിട്ട് ചെയ്യണം. എന്നാൽ അതിനെ അത് വേണ്ട, ഓരോരുത്തർ ഹൃദയത്തിൽ പ്രാർത്ഥിച്ചാൽ മതി എന്ന് പറയും. അങ്ങനെ പറയണ തിയോളജി തന്നെ ഉണ്ടാകും. ഉത്തരവാദിത്തപ്പെട്ട പവിത്ര സ്ഥാനങ്ങളിൽ അങ്ങനെ പ്രബോധനം കൊടുക്കുന്നവർ കയറി വരും. പ്രൈസ് ദി ലോർഡ്. എന്നൊക്കെ പറഞ്ഞ് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വേറൊരു വാക്കി പറഞ്ഞാൽ വിശ്വാസത്തിൻ്റെ പരസ്യമായ പ്രഖ്യാപനങ്ങൾ പരമാവധി എല്ലാ സ്ഥലത്തും നിരുത്സാഹപ്പെടുത്തപ്പെടും. പരസ്യ പ്രഖ്യാപനങ്ങൾ. ബെനഡിക്റ്റ് മാർപ്പാപ്പ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്? പോർത്ത ഫിദൈ, വിശ്വാസത്തിൻ്റെ വാതിൽ എന്നൊരു എക്സോസ്ട്രേഷൻ അത് ബെനഡിക്റ്റ് മാർപ്പാപ്പ എഴുതിയിട്ടുണ്ട്. അത് നിങ്ങളൊന്ന് വായിക്കുന്നത് നല്ലതാണ്. പോർത്ത ഫിദൈ. അതിനകത്ത് പറഞ്ഞിരിക്കുന്നതാണ്, എവിടെയൊക്കെ നിങ്ങൾക്ക് പരസ്യമായി വിശ്വാസം പ്രഖ്യാപിക്കാൻ അവസരം കിട്ടുമോ അവിടെ എല്ലാം അതിനുള്ള അവസരം നിങ്ങൾ ബോധപൂർവ്വം ഉണ്ടാക്കണം. ഒരു പള്ളിയിൽ ആരാധന വെച്ച് 1 മണിക്കൂർ ആരാധന വെച്ച് പ്രാർത്ഥിക്കാൻ അവസരം ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ അങ്ങനെ ഉണ്ടാക്കണം. 10 പേര് വന്ന് കൂടട്ടെ. ഒരു പ്രദേശത്ത് നിങ്ങൾ ഒരു വിശ്വാസ റാലി നടത്താൻ ഒരു പ്രചോദനം കിട്ടി, അങ്ങനെ ചെയ്യണം. അത് 10 പേര് കാണട്ടെ. ആ തലമുറ, പുതിയ തലമുറ ഇതൊക്കെ കാണട്ടെ. ഞാൻ ഓർക്കുന്നു, എൻ്റെ കൂടെ ശുശ്രൂഷ ചെയ്യുന്ന ഷൈജു നടുവത്താനിയച്ചൻ എന്ന് പറഞ്ഞ അച്ഛൻ UK ഒരു ഇടവകയിൽ, ഒരു ഇംഗ്ലീഷ് ഇടവകയിലാണ് അച്ഛൻ. ആ ഇംഗ്ലീഷ് ഇടവകയിൽ ചെന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ അച്ഛൻ ഒരു അരുളിക്കൊക്കെ വാങ്ങി അവിടെ ആരാധന ആരംഭിച്ചു, ഒരു അഡോറേഷൻ ആരംഭിച്ചു. അപ്പോൾ അവിടെയുള്ള പഴയ അമ്മച്ചിമാർ വന്നിട്ട് പറയുകയാണ്, ഞങ്ങൾ ചെറുപ്പത്തിൽ 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പം കണ്ടിട്ടുള്ളതാണ്, പിന്നെ ഞങ്ങൾ ഇതുവരെ ഇത് കണ്ടിട്ടില്ല, ആദ്യമായിട്ട് ഞങ്ങൾ കാണുകയാണ്. 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പം ഞങ്ങളുടെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഞങ്ങളിങ്ങനെ കണ്ടിട്ടുണ്ട്. എന്തായി? ആ ഒരു പ്രദേശത്തെ സഭയിൽ ഇങ്ങനെയുള്ള ആരാധനകളും പരസ്യമായ ശുശ്രൂഷകളെല്ലാം കുറച്ച് നിരുത്സാഹപ്പെടുത്തി ഇന്ന് സഭ ക്ഷയിച്ച് വിശ്വാസികളില്ലാതെയായി. യോസേപ്പ് പിതാവിൻ്റെ രൂപങ്ങളും മാതാവിൻ്റെ രൂപങ്ങളൊന്നും വെക്കണ്ടെന്ന് ചിന്തിക്കുന്ന കാലം വരെ അത് അങ്ങനെ പറയുന്ന ആളുകളും ഉണ്ടാവും. വിശുദ്ധന്മാരുടെ തിരുനാളുകളൊന്നും ഇങ്ങനെ അത്ര വേണ്ട, ഇതിന് ആവശ്യമില്ലെന്ന് ചിന്തിക്കുന്ന കാലം വരും. അങ്ങനെ നൈറ്റ് വിജിലൊന്നും അങ്ങനെ ആളുകൾ ഒരുമിച്ച് കൂട്ടി കൂടണ്ടെന്ന് ചിന്തിക്കുന്ന കാലം വരും. പ്രിയപ്പെട്ടത്, ആരെങ്കിലും എന്തെങ്കിലും എവിടെയെങ്കിലും ചെയ്താൽ ആ അച്ഛനെ കോർണർ ചെയ്ത് ബുദ്ധിമുട്ടിക്കുന്ന കാലം വരും. വേറൊരു വാക്കി പറഞ്ഞാൽ, വിശ്വാസത്തിൻ്റെ പരസ്യ പ്രഖ്യാപനങ്ങൾ എങ്ങും നിരുത്സാഹപ്പെടുത്തപ്പെടും. ശരിയാണെന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ഇനി വീട്ടിൽ തന്നെ ഒരാൾ ഉച്ചത്തിൽ പ്രാർത്ഥിച്ച് വീട്ടിൽ തന്നെ ഒരു കോലാഹലം ഉണ്ടാകും. 5 പേരെങ്കിൽ 2 പേരെ എതിരായിട്ട് സംസാരിക്കാൻ അവിടെ ഉണ്ടാവും. അത് കണ്ട് നിങ്ങൾ നിർത്തരുത്.
നിങ്ങൾ സ്ഥിരവൃത്തയിൽ നിൽക്കണം. നിങ്ങൾ സിറിയ രാജാവുമായി കോംപ്രമൈസിന് പോകരുത്. സ്വർണം വെള്ളിയും കൊടുത്ത് നമുക്ക് സഖ്യത്തിൽ കഴിയാമെന്ന് പറയരുത്. യെശയ്യായുടെ പുസ്തകം 8-ാം അധ്യായം 11-12 വാക്യങ്ങൾ ഉത്ബോധിപ്പിക്കാൻ എൻ്റെ ആഗ്രഹം. തൻ്റെ ശക്തമായ കരം അവൻ എൻ്റെ മേൽ വെച്ചുകൊണ്ട് അരുളി ചെയ്തു, ഈ ജനം സഖ്യമെന്ന് വിളിക്കുന്നതിനെ നിങ്ങൾ സഖ്യമായി കരുതുകയോ, ഈ ജനം ഭയപ്പെടുന്നതിന് നിങ്ങൾ ഭയപ്പെടുകയോ അരുത്. വായിച്ചു നോക്കിക്കേ. ഈ ജനം സഖ്യമെന്ന് അതിന് മുമ്പ് മുകളിലത്തെ കുറച്ചും കൂടെ മുകളിലത്തെ, തൻ്റെ ശക്തമായ കരം എൻ്റെ മേൽ വെച്ചുകൊണ്ട് അവിടുന്ന് എന്നോട് അരുളി ചെയ്യുകയും ഈ ജനത്തിൻ്റെ മാർഗത്തിൽ ചരിക്കരുതെന്ന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. ഞാനും ഇതാ നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുകയാണ്. ഈ ജനം, നിങ്ങൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഒരു വലിയ ട്രെൻഡ് ഒരു ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ ട്രെൻഡിനനുസരിച്ച് നിങ്ങൾ പോകരുത്. ഈ ജനം ചരിക്കുന്ന മാർഗത്തിൽ നിങ്ങൾ ചരിക്കരുതെന്ന് നിങ്ങൾക്ക് ഞാൻ മുന്നറിയിപ്പ് നൽകുകയാണ്. ഈ ജനം സഖ്യമെന്ന് വിളിക്കുന്നതിന് നിങ്ങൾ സഖ്യമായി കരുതുകയോ, ഈ ജനം നിങ്ങൾ ഭയപ്പെടുകയോ ചെയ്യരുത്, പരിഭ്രമിക്കുകയും അരുത്. നിങ്ങളുടെ ദൈവമായ കർത്താവിനെ നിങ്ങൾ പരിശുദ്ധനായി കരുതുവീൻ, അവിടുത്തെ ഭയപ്പെടുവിൻ. എഴുന്നേറ്റ് നിൽക്കാം. കർത്താവിനോട് അപേക്ഷിക്കുകയാണ്. യെശയ്യാ 42-ാം അധ്യായം ഞാൻ ഒന്നും കൂടെ നിങ്ങൾ പറഞ്ഞു തരാം. യെശയ്യാ 42-ാം അധ്യായം എന്താ പറയണത്? യെശയ്യാ 42-ാം അധ്യായം അതിൽ 14 തൊട്ട് 24 വരെ വാക്യങ്ങളൊന്ന് വായിച്ചു നോക്കിയേ. യെശയ്യാ 44-ാം അധ്യായം 14 തൊട്ടുള്ള വാക്യങ്ങൾ. 14 അല്ലല്ലോ, അതുതന്നെ 18 തൊട്ട്. യെശയ്യാ 42-ാം അധ്യായം യെശയ്യാ 42, 18 തൊട്ട് ഉള്ള വാക്യങ്ങൾ, 18 തൊട്ട് 24 വരെ. ബധിരരെ കേൾക്കുവിൻ, അന്ധരെ നോക്കിക്കാണുവിൻ, എൻ്റെ ദാസനല്ലാതെ ആരുണ്ട് ഇവിടെ കുരുടനായി? ഞാൻ അയക്കുന്ന എൻ്റെ ദൂതനെ പോലെ ബധിരൻ ആരുണ്ട്? എൻ്റെ വിശ്വസ്തനെ പോലെ, കർത്താവിൻ്റെ ദാസനെ പോലെ കുരുടൻ ആരുണ്ട് ഇവിടെ? അവൻ കണ്ടിട്ടും കാണുന്നില്ല, അവൻ കേട്ടിട്ടും കേൾക്കുന്നില്ല. അവൻ കണ്ടിട്ടും കാണുന്നില്ല, അവൻ കേട്ടിട്ടും കേൾക്കുന്നില്ല. കർത്താവ് അരുളി ചെയ്യുന്നു, മോഷണത്തിനും കവർച്ചയ്ക്കും അധീനമായ ഒരു ജനമാണ് എൻ്റെ ജനം. അവർ ഗുഹകളിൽ കഴിയുന്നു, അവർക്ക് ആരാധനകൾ അടയ്ക്കപ്പെടുന്നു. അവർക്ക് വേണ്ടി സംസാരിക്കാൻ ആരുമില്ലാത്ത പോലെ, രക്ഷിക്കാൻ ആരുമില്ലാത്ത പോലെ ഇടത്തു നിന്നും വലത്തു നിന്നും തെക്കുന്നും പടിഞ്ഞാറുനിന്നും കടിച്ചു കീറുകയും പിടിച്ചു വലിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. അവർ കൊള്ളയടിക്കപ്പെട്ടു. ഇതിന് ചെവി കൊടുക്കുകയും ഭാവിയിലേക്ക് ചെവി ഓർക്കുകയും ഭാവിയെ കണ്ട് പ്രവർത്തിക്കാൻ ഇവിടെ ആരുണ്ട്? അടുത്ത കുറച്ച് താഴ്ത്തിക്ക് വരട്ടെ, ലാസ്റ്റ് ഭാഗം. കർത്താവ് പറയുകയാണ്, അവന് ചുറ്റിനും തീ പിടിച്ചിട്ടും, അതെന്താ, അത് അടുത്ത വാക്യമാണ്. 24 അല്ല, 25-ാമത്തെ വാക്യം നോക്കിയേ. 25-ാമത്തെ വാക്യം പറയുകയാണ്, അത് ചുറ്റും ആളി പടർന്നിട്ടും അവൻ പഠിച്ചില്ല, പൊള്ളലേറ്റിട്ടും അവന് ഉള്ളിൽ തട്ടിയില്ല എന്നാണ് പറയുന്നത്. യേശയ്യാ 56:10 കുറച്ചും കൂടെ കടുപ്പമാണ്. ഇതിനകത്ത് കൈക്കാരന്മാരിരിപ്പുണ്ട്, KCYM പ്രസിഡന്റുമാരുണ്ടാവും, സംഘടനാ പ്രസിഡന്റുമാരുണ്ട്, മദർമാരുണ്ട്, വികാരിമാരുണ്ട്. എല്ലാവരും കേൾക്കാൻ വേണ്ടിയാണ് ഇത് പറയണത്. യേശയ്യാ 56:10 അത് കേട്ടാൽ കുറച്ച് വിഷമമുണ്ട്, പക്ഷേ കർത്താവിൻ്റെ വിഷമം അതിനേക്കാൾ വലുതാണ് മക്കളെ. എൻ്റെ വേർപാടിന് ക്രൂരരായ ചെന്നായ്ക്കൾ വന്ന് ആട്ടിൻകൂട്ടത്തെ വെറുതെ വിടുകയില്ലെന്ന് പറഞ്ഞ കർത്താവിൻ്റെ പ്രവചനം പോലെയാണ്. എന്താ, ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ അന്നത്തെ നേതാക്കന്മാർക്കൊരു ബുദ്ധിമുട്ട് വരും. എന്താണത്? അതാണ് യെശയ്യാ 56:10. എൻ്റെ ജനത്തിൻ്റെ കാവൽക്കാർ അന്ധരാണ്, അവർ ഒന്നും അറിയുന്നില്ല, അവർ മൂകരായ നായ്ക്കളാണ്, അവർക്ക് കുരയ്ക്കാനാവില്ല, അവർ കിടന്ന് സ്വപ്നം കാണുന്നു, നിദ്രാപ്രിയരാണവർ. ഒന്നും ചെയ്യാതെ കാലഘട്ടം കഴിക്കും, ഒന്നും ചെയ്യാതെ ആ കൈക്കാര സ്ഥാനം തീർത്തിട്ട് പോയിക്കോളും, ഒന്നും ചെയ്യാതെ ആ വികാരി സ്ഥാനം തീർത്തിട്ട് പോയിക്കോളും, ഒന്നും ചെയ്യാതെ വീട്ടിൽ ഇരുന്നോളും കുടുംബനാഥയായിട്ട്. വിശ്വാസം വളർത്താനും സഭയെ പടുത്തുയർത്താനും കർത്താവിൻ്റെ ജനത്തെ ബിൽഡപ്പ് ചെയ്യാനും ഒരു ചെറുവിരലാനക്കാത്ത ജനത്തിൻ്റെ കാലം വരും. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, 2 കരങ്ങൾ ഉയർത്തിപ്പിടിക്കാം. ദൈവമേ, കരുണ തോന്നണമേ, ഉത്തരവാദിത്വ ബോധത്തോടെ ചെയ്യാൻ എന്നെ സഹായിക്കണം കർത്താവേ. ഈ വചനം കേട്ട് പോയി വെറുതെ ഇരുന്നാൽ പോരാ,
എൻ്റെ കർത്താവിൻ്റെ സഭയ്ക്ക് വേണ്ടി ഉപവാസം എടുക്കണം, എൻ്റെ കർത്താവിൻ്റെ സഭയ്ക്ക് വേണ്ടി നോമ്പെടുക്കണം, എൻ്റെ കർത്താവിൻ്റെ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം, അവരുടെ വിശ്വാസം വർദ്ധിപ്പിക്കാൻ വേണ്ടി എന്നാൽ പറ്റുന്നത് എനിക്ക് ചെയ്യണം. ഒരു ബൈബിൾ വാങ്ങിക്കൊടുക്കാനാണെങ്കിൽ കൊടുക്കണം, എന്തെങ്കിലും പോയി സംസാരിക്കാണെങ്കിൽ സംസാരിക്കണം. അതിനെന്നെ സഹായിക്കണമേ. എൻ്റെ കർത്താവിന് വേണ്ടി വേല ചെയ്യാൻ എന്നെ അഭിഷേകം ചെയ്യണമേ. ഉച്ചത്തിൽ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആരാധന, 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 ആരാധന. ഹല്ലേലൂയ. ഓ ജീവിക്കുന്ന ദൈവത്തിന്റെ അരൂപിയായ പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ഒന്നിനും കൊള്ളാത്ത വിധം ചീഞ്ഞു പോകുന്ന വെജിറ്റബിൾ പോലെ എന്നെ ആക്കി തീർക്കരുത്. എന്തെങ്കിലും ക്രിയാത്മകമായി ചെയ്യാൻ കഴിവുള്ളവനാക്കി എന്നെ മാറ്റണമേ. എനിക്ക് സംസാരിക്കാൻ കഴിവുണ്ട്, ഇത് ഉപയോഗിച്ച് കർത്താവിന് വേണ്ടി സംസാരിക്കാൻ. എനിക്ക് നടക്കാൻ കഴിവുണ്ട്, ഇത് ഉപയോഗിച്ച് കർത്താവിന് വേണ്ടി നടക്കാൻ. എനിക്ക് അധ്വാനിക്കാൻ കഴിവുണ്ട്, ഇത് ഉപയോഗിച്ച് എനിക്ക് കർത്താവിന് വേണ്ടി അധ്വാനിക്കാൻ. എന്നെ ഉരുക്കി വാർക്കണമേ.